ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഉദ്ഘാടനത്തിലേക്ക് പോകാൻ പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി ഒരു 10-15 മിനിറ്റ് ലേറ്റാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ തൃശ്ശൂർ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി പോയി, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ ഉദ്ഘാടനത്തിന് കയറാം. ഞാൻ നേരത്തെ വ്ളോഗ് ഓണാക്കണ്ടായിരുന്നു, ഓണാക്കാൻ മറന്നു. എനിവേസ് നമുക്ക് ഉദ്ഘാടനത്തിന് കയറാം. ലെറ്റ്സ് ഗോ. Thank you guys, thank you. താരരാജാവെന്നെല്ലാം പറഞ്ഞ് തള്ളി മറിക്കാനാ. എന്തല്ല സുഖമല്ല എല്ലാവർക്കും? തൃശ്ശൂർ തന്നെയാണോ ഇത്? ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം തൃശ്ശൂർ, നാലാമത്തെയോ? ഞാൻ നാലാമത്തെ പ്രാവശ്യം ഞാൻ തൃശ്ശൂരേക്ക് വരുന്നത്. പക്ഷെ മലപ്പുറത്ത് ഉണ്ടാകുന്ന പോലത്തെ ഒരു ക്രൗഡ് തൃശ്ശൂർ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും വലിയൊരു ഓരോരുത്തർക്ക് താങ്ക് യു. എന്തായാലും നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ഇക്കാരുടെ പേര് ഞാൻ പറഞ്ഞത്, റഹീമിക്കാക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് റഹീമിക്ക. ഗൈസ്, ആരാ സംസാരിക്കട്ടെ? പറ. ആര്? ഇവരുടെ മിസ്സാണ്. ഇവരുടെ വേറെന്തോ ചെയ്യാം. ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്, ഇവര് ബാക്കിൽ എന്തോ ചെയ്യാം. ഒരാളെ പേരാണോ? കിട്ടുന്നില്ല. എന്തായാലും റാം സംസാരിക്കണം. എനിക്ക് ആരാ പേരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ തൃശ്ശൂർ ഇത് 4ാമത്തെ ഇനാഗ്രേഷനാണ്. പക്ഷെ ഇതുവരെ ഇത്രയും വലിയൊരു ക്രൗഡ് തൃശ്ശൂർ ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ. അതേപോലെ തന്നെ നമ്മളിന്നിവിടെ ഇനാഗ്രേഷൻ വേണ്ടി വിളിച്ച റഹീമിക്ക, സലാന മൊബൈൽസിന് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. അതുമായിട്ട് ആരാ? ഷമീറെ മമ്മുവ. ഷമീറെ കൊറേയാള് മമ്മ എന്തല്ല തൃശ്ശൂർ. എടാ, തൃശ്ശൂർ ഭയങ്കര പവറാട്ടോ. വിചാരിക്കുന്ന പോലെയല്ല. ഒരാളുണ്ട്. തൃശ്ശൂരിന്റെ പവർ ഇതിൽ കാണാം. അത് അങ്ങ് ആ മൂല വരെ ആളുണ്ട്. ഇത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ആളുണ്ട്. എന്താ പവർ? എനിവേസ് ഗൈസ്, നമ്മൾ 1-2 പാട്ടുകൾ പാടിയിട്ട് നമ്മൾ പോകും. നമ്മള് വലിയ പാട്ടുകാരോ വലിയ സിംഗേഴ്സോ ഒന്നും അല്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നമ്മള് 1-2 പാട്ടുകൾ പാടിയിട്ട് നമ്മൾ പോകും. എന്തായാലും വന്ന എല്ലാവർക്കും താങ്ക് യു ഗൈസ്. Guys, come on, power up, let's go. Thank you guys, thank you. That's
പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടകലക്കിന്റെ കച്ചോട്ടം പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടകലക്കിന്റെ കച്ചോട്ടം അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി നമ്മുടെ സലാലയുടെ 3, 2, 1 ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള മുത്തേ നമ്മൾ വിചാരിച്ച പോലെ എന്ത് ഇതാണോ തൃശ്ശൂർ ആദ്യമായിട്ട് നമുക്ക് ഇത്രയും ഒരു ഇത് കിട്ടുന്ന കേട്ടോ. കാര്യം പറയല, നമ്മൾ മുന്നേ ചാവക്കാട് പോയി, ചാലക്കുടി പോയി, പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടി പോയി. ഇത് 4ാമത്തെ പ്രാവശ്യം നമ്മൾ തൃശ്ശൂർ വരുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും ഒരു സ്വീകരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ എന്തെല്ലാം ഉള്ളതെന്നെല്ലാം നോക്കാം. ഹായ് ഗൈസ്, ഹായ് ഹായ്. എടാ ചെറിയ കുട്ടീനൊന്ന് മാറ്റോ? എടാ ഒന്ന് മാറ്റോ, തള്ളല്ല തള്ളല്ല തള്ളല്ല. അല്ല ഇവിടെ ഉണ്ട്. കാല് 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 എല്ലാവരും കയറിയാ? ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഉദ്ഘാടനത്തിലേക്ക് പോകാൻ പോയതാണ്. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, നമ്മൾ നേരത്തെ ഇനോഗ്രേഷൻ ഇറങ്ങുമ്പോൾ ഒരു വീൽ ചെയറിലുള്ള ഒരു പുള്ളി നമ്മളെ കാണാൻ വന്നിട്ട് കാണാൻ പറ്റാണ്ട് തിരിച്ചുപോയി ഭയങ്കര വിഷമത്തിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനെ നമ്മൾ കാണാൻ പോകുന്നതെന്നൊക്കെ പുള്ളിനെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് പുള്ളിക്ക് അറിയില്ല, മനസ്സിലാവും. പുള്ളി വിചാരിച്ചാൽ നമ്മൾ കണ്ടിട്ട് മൈൻഡാക്കാണ്ട് പോയതെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തൃശ്ശൂരിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയതാണ്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഇനോഗ്രേഷന് ഇറങ്ങുന്ന സമയത്ത് ഒരു പുള്ളി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോൾ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണിൽ കൂളിംഗ് ഗ്ലാസ്സിൽ ഫുൾ ഡാർക്ക് അടിച്ച് എൻ്റെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ വ്ളോഗിൽ നോക്കി സംസാരിച്ചുകൊണ്ട് നടക്കുക. അത് നേരത്തെ ക്ലിപ്പ് കണ്ട വ്ളോഗിൻ്റെ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ വ്ളോഗിൽ എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിച്ച് ഇങ്ങനെ നടക്കുക. ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പുള്ളിയാണെങ്കിൽ ഒരു വാക്കെന്നെ വിളിക്കാം, തൊപ്പിന്ന് ഒരു വാക്ക് വിളിച്ചിട്ടേ ഞാൻ കേട്ടിട്ടുണ്ടോ, ഇത് കേട്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും പേര് ജീവൻ, ഇതാണ് നമ്മളെ ജീവൻ സജീവ്. നിന്റെ എന്തോ ഷോർട്ട് നെയിം ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാ? അല്ല എന്തോ ജെകെ എന്നങ്ങനെ കണ്ടത് നീ അല്ല അല്ലേ? ആ നീ അല്ല. അപ്പൊ എന്തായാലും ഇതിൽ മൊത്തം നെഗറ്റീവ് ഞാൻ കണ്ടു. പക്ഷെ സ്റ്റിൽ കുറെ ആൾക്കാർ എൻ്റെ ഹേറ്റേഴ്സ് ഉണ്ട്, മനസ്സിലാവും. അതിലെ കമന്റ്സ് മൊത്തം തൊപ്പി അവനെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ താ. പക്ഷെ എൻ്റെ ഹേറ്റേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട് ഇതിനായിട്ട് നിൽക്കുന്നത്. ആണോ? അപ്പൊ ഗൈസ്, നമ്മൾ എന്തായാലും തൃശ്ശൂർ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുള്ളീന്റെ ഗെയിമിംഗ് ഹബ്ബിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് സമയം ഫുട്ബോളെല്ലാം കളിച്ച്. അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ചു പോയത് ഇൻട്രോവേർട്ടിസം ബാധിച്ച പെട്ടെന്ന് ഒരു സമയത്ത് നീ ഇൻട്രോവേർട്ടാന്ന് തോന്നല്ലേ? നിനക്ക് ഇവനെ വിളിച്ചാ നിന്റെ പോട്ടെ, ഇവനെ വിളിച്ചാൽ മതിയായിരുന്നു. ഇവന് ഹേയ് തൊപ്പി ഹായ് ഹലോ ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞാൽ ഞാൻ കേൾക്കും. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ എല്ലാം കഴിഞ്ഞു, കൊച്ചിയിലേക്ക് പോകാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. സീ യു ഗൈസ്. ഒരു ദിവസം എന്തായാലും ലൈവിലേക്ക് പോവാം, അടിപൊളിയായിരിക്കും. നിങ്ങൾ 3 പേര് പോവാം. ഒരു ദിവസം ആ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ പോരാ. ഓക്കെ. അപ്പോൾ ഗൈസ് എന്തായാലും
പുള്ളി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഫേക്ക് തൊപ്പി നല്ല പറഞ്ഞ വീഡിയോ ഇട്ടു. എനിക്ക് ഹേർട്ടായി വാട്ടവർ. പക്ഷെ അത് ഞാൻ വിട്ടു. ഇല്ല അത് ഞാൻ കംപ്ലീറ്റ് ഇല്ല എനിക്ക് ആ കണ്ടപ്പോൾ ആ മൊമെന്റിൽ കുറച്ച് ഹേർട്ടായി. പുള്ളിനെ കണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അത് മൊത്തം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഓഫ് ടു കൊച്ചി, ലെറ്റ്സ് ഗോ.